പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. +1 സീറ്റ് പ്രതിസന്ധി പ്രതിപക്ഷ നിയമസഭയിൽ ഉന്നയിക്കും. അതോടൊപ്പം തന്നെ തദ്ദേശ വാർഡ് വിഭജന ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കാതെ പാസാക്കിയതിനെതിരെയും പ്രതിപക്ഷം പ്രതിഷേധിക്കും. ബാർക്കോഴയിൽ യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ചും ഇന്ന് നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയമായിട്ടാണോ +1 സീറ്റ് പ്രതിസന്ധി സഭയിൽ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നത്? മലബാറിലടക്കമുള്ള +1 സീറ്റ് പ്രതിസന്ധി ലീഗ് പലതവണ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിലാണോ അടിയന്തര പ്രമേയമായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഒപ്പം തന്നെ ഈ തദ്ദേശ വാർഡ് വിഭജന ബില്ല് ഇന്നലെ പ്രതിഷേധത്തിനിടയിൽ സഭാ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് നടപ്പാക്കിയ ഒരു ബില്ലായിരുന്നു. ഇതിലും പ്രതിഷേധം നടക്കാൻ തന്നെയാണോ ഇന്നത്തെ സാഹചര്യം? സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ധനാഭ്യർത്ഥന ചർച്ചകളിലെ ചർച്ചയാണ്. അതിൻ്റെ വോട്ടെടുപ്പ് തന്നെയാണ് സഭാ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട. പക്ഷേ അതിലേറ്റവും ആ സമയത്തും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് +2 സീറ്റ് തന്നെയാണ്, +1 സീറ്റിൻ്റെ കാര്യത്തിലുള്ള അഭാവം തന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുക. മലബാർ മേഖലയിൽ ഇപ്പോഴും +1 സീറ്റിൻ്റെ കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണയും സമാനമായ രീതിയിലുള്ള സാഹചര്യമായിരുന്നു. 70,000 സീറ്റുകളാണ് മലബാർ മേഖലയിൽ ആകെ സീറ്റുകൾ വേണ്ടത്. പക്ഷേ പലപ്പോഴും അത് 50,000-ന് താഴെയായി വരുന്നു. പിന്നീട് പക്ഷേ മറ്റ് പല ജില്ലകളിലേക്കും കൊടുത്തത് പരിഹരിക്കപ്പെടും. അവിടെ നിന്നടക്കം സീറ്റ് വർധനവ് നടത്തുകയാണ് ചെയ്യാറ്. മാർജിനൽ സീറ്റിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ വർധനവ് വരുത്തിയിരുന്നു. അത് തുടർന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് സർക്കാർ ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷേ വിദ്യാർത്ഥികളുടെ ആശങ്ക പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അവസാന നിമിഷമാണ് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഇടപെടൽ പലപ്പോഴും ഉണ്ടാകുന്നത്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. വിദ്യാർത്ഥികൾ അഡ്മിഷൻ കിട്ടി. പക്ഷേ ആ കിട്ടുന്നത് ഇത്രയധികം ദിവസം കാത്തിരുന്ന ശേഷം അവരുടെ രക്ഷിതാക്കളുടെയൊക്കെ ആശങ്ക വർദ്ധിപ്പിച്ച ശേഷമാണ്. സമാനമായ രീതിയിൽ സാഹചര്യം ഉണ്ടാകരുതെന്ന് നേരത്തെ തന്നെ മുസ്ലിം ലീഗും പ്രതിപക്ഷ പാർട്ടികളും എല്ലാം തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ സർക്കാർ അത് ഗൗരവമായി എടുത്തോ എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയം അടിയന്തര പ്രമേയമായി ഇപ്പോഴും കൊണ്ടുവരാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. ആ വിഷയത്തിൽ ശക്തമായി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അതോടൊപ്പം തന്നെ തദ്ദേശ വാർഡുകളുടെ വിഭജനം സംബന്ധിച്ച ബില്ലുകൾ ഇന്നലെ സഭ പാസാക്കിയിരുന്നു. ചർച്ച കൂടാതെയാണ് അത് പാസാക്കിയത്. പക്ഷേ പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് എന്നുള്ളതാണ് സർക്കാർ വാദമെങ്കിലും വിശദമായി ചർച്ച ചെയ്യണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പക്ഷേ അത് അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടക്കാതെ തന്നെ നടപടികൾ പൂർത്തിയാക്കി സഭ പിരിയുകയായിരുന്നു. ആ ചർച്ചയ്ക്ക് അത് വരാത്തത് തന്നെ വലിയ പ്രതിഷേധമായി പ്രതിപക്ഷം ഉയർത്തി കാണിക്കും. ഒപ്പം തന്നെ ബാർക്കോഴ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലും പിന്നോട്ട് പോകേണ്ട എന്ന് തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധം സഭയ്ക്കകത്തും പുറത്തും മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് സഭയിൽ ഈ വിഷയങ്ങൾ ഉന്നയിക്കും. സ്വാഭാവികമായും ഇന്നിപ്പോൾ അടിയന്തര പ്രമേയം +2 സീറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ്. നാളെ UDFന്റെ മാർച്ച് നടത്താനിരുന്നാണ്. രാഹുൽ ഗാന്ധി വരുന്നതുകൊണ്ട് മാറ്റിവെച്ചു. പക്ഷേ അതേസമയം തന്നെ ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ചുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ബാർക്കോഴയുമായി ബന്ധപ്പെട്ടാണ്. ബാർക്കോഴയിൽ ആരോപണം നേരിടുന്ന മന്ത്രിമാർ രാജിവെക്കുക, ഒപ്പം തന്നെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിപക്ഷം ഇന്നലെയും സമാനമായ നിലപാടെടുത്തിരുന്നു. ഇത്തരമൊരു നിലപാടല്ല ഇതിനു മുൻപ് ഇത്തരം ആരോപണങ്ങൾ വന്നപ്പോൾ, അതായത് KM മാണിയുമായി ബന്ധപ്പെട്ട ബാർക്കോഴ വന്നപ്പോഴടക്കം അത്തരമൊരു നിലപാടല്ല ആ സമയത്ത് പ്രതിപക്ഷം സ്വീകരിച്ചത്. CPM-ഉം ആ നിലപാടല്ല സ്വീകരിച്ചത്. അന്ന് CPM എടുത്ത നിലപാടിനൊപ്പം സർക്കാർ നിൽക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നു. LDF-നൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധങ്ങളെല്ലാം തന്നെ അടിച്ചമർത്തുന്ന സമീപനം അന്നത്തെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. മറിച്ച് പ്രതിപക്ഷത്തെ കേൾക്കാൻ തയ്യാറായി. പക്ഷേ ഇവിടെ അത്തരമൊരു സാഹചര്യമല്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. സമരങ്ങളെ അടിച്ചമർത്താനുള്ള നീക്കം നടക്കുന്നു. ഒപ്പം തന്നെ സഭയിൽ വിഷയം ഉന്നയിക്കാനുള്ള നീക്കമുണ്ടാകുമ്പോൾ അതിനെ എല്ലാ തരത്തിലും പ്രതിരോധിക്കുകയാണ്. മന്ത്രിമാർ മറുപടി പറയുന്നത് മദ്യനയത്തെ കുറിച്ച് മാത്രമാണ്. മറിച്ച് എന്തുകൊണ്ട് അത്തരമൊരു ചർച്ച നടന്നുവെന്നും ഇത്തരമൊരു നീക്കം നടന്നിരുന്നുവെന്ന് സംബന്ധിച്ച കാര്യങ്ങൾ, മദ്യനയം മാറ്റാനുള്ള ചർച്ചകൾ നടന്നിരുന്നു സംബന്ധിച്ച കൃത്യമായ വിവരം നൽകാൻ മന്ത്രിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപണമായി ഉന്നയിക്കുന്നത്. അതേസമയം ഇല്ലാത്ത വിവാദമുണ്ടാക്കി വിഷയം വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് എന്നുള്ളതാണ് മുഖ്യമന്ത്രി അടക്കം ഇപ്പോൾ പ്രതിപക്ഷത്തിനെതിരെ ഉയർത്തുന്നത്. പക്ഷേ ഏതായാലും വിഷയം സജീവമായി നിർത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഏതായാലും ഇന്നും സഭ ഈ വിഷയങ്ങളിലാകെ തന്നെ പ്രക്ഷുബ്ധമാകും. അമ്പിളി, ശരി. നിയമസഭ സംബന്ധിച്ച റിപ്പോർട്ടുകളുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കെ പ്രശാന്ത്.